അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അതിനൊരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇത് അവരവിടെ നിന്ന് വെട്ടി തന്നാൽ ശരിയാവില്ല. നമ്മൾ വീട്ടിൽ കഷ്ണമായിട്ട് വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ അത് കഷ്ണമാക്കി വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അതെങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ ചിക്കൻ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാകത്തിനാണ് ചിക്കൻ വെട്ടിയെടുക്കുന്നത്. അപ്പൊ ഈ കഴുത്ത് നമ്മൾ പൊളിച്ചു വെക്കും. കഴുത്ത് രണ്ടാക്കി മുറിച്ച് അതിനെ പൊളിച്ചു വെട്ടിയെടുക്കും. എന്നാലാണ് അതിന്റെ കൃത്യമായി പൊളിച്ച് വെട്ടിയെടുക്കുന്നത്. അത് കടയിലെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തരില്ല. അങ്ങനെ പൊളിച്ച് ഇത്രയും വലുതാക്കി ഇത്രയും വലിയ പീസാക്കിയാണ് ഇത് വെട്ടണം. ഇത് വെട്ടി ഇത് ക്ലീൻ ചെയ്ത് കഴുകി നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ച ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഉപ്പും, കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ കല്ലുപ്പും അതുപോലെ ഒരു 3-4 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെള്ളം അങ്ങ് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ഓട്ടയുള്ള പാത്രത്തിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ. വെളിച്ചെണ്ണ കൊണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിൻ്റെ അതിലേക്ക് നമ്മുടെ സവാള ചെറുതായിട്ട് അരിച്ച്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി നല്ല ഇതായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും സാധനങ്ങളൊക്കെ ശരിക്കും മൂത്ത് വന്നിട്ട് ഒരുമാതിരി മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കത്തിപ്പാട്. ഇതാണ് ഒരു ഉണക്കമുളക് ചതച്ചത് കുറച്ച് അങ്ങോട്ട് കൊടുക്കും. അത് ഇങ്ങനെ ഇളക്കുക. ഇളക്കി നല്ല ഒരുമാതിരി അതോടെ ഒന്ന് ശരിക്കും മൂക്കണം കേട്ടോ. ഇത് നേരത്തെ വീഡിയോ ഉണ്ടാക്കണ മാതിരിയല്ല. ശരിക്കും ചുവന്നായിട്ട് വന്നാൽ അതാണ് ആ കറിയുടെ ടേസ്റ്റ് വരും. പകുതി വേവിനൊക്കെ ആക്കിയിട്ട് കറിക്ക് ടേസ്റ്റ് വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലിലും മധുരമാണ്. സവാള ശരിക്കും മൂത്ത് വന്നില്ലെങ്കിൽ അത് മധുരം. 2 മധുരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല നമുക്ക് ബാക്കി ഇത് സാധനം കൂട്ടി അരച്ചു വെച്ചിട്ട് ശരിക്കും എണ്ണ വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മീൻ വെക്കുന്ന വെളിച്ചെണ്ണയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ കെട്ടുന്നതാണ്. ഞാൻ ശരിക്കും മൂത്തൊന്ന് കത്തിപ്പോകാനുള്ള സമ്മതിച്ചു കൊടുക്കരുത്. കത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ രുചി തന്നെ മാറ്റും. തക്കാളി 2 തക്കാളി ചെറുതായിട്ട് അതിന് തക്കാളി ഒന്ന് രണ്ട് അതിന് നമ്മൾ മൂടി പൊങ്ങ. അപ്പോൾ നമ്മുടെ തക്കാളിക്കെല്ലാം ആവശ്യമുണ്ട്
അതാ ഇത് നമ്മുടെ തക്കാളി പൂക്കാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേറെ വെള്ളം ഒഴിച്ചു ഇതിനകത്ത് വെള്ളം ഇറങ്ങി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, വെള്ളമൊക്കെ തന്നെ ഇറങ്ങട്ടെ. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ പതുക്കെ തുടങ്ങി. ഈ വെള്ളം ഇറങ്ങി തിളങ്ങുന്നതിൻ്റെ കൂടെ ഈ ആദ്യത്തെ ഈ മൂടിവെപ്പ് കഴിഞ്ഞ് ഇത് പതുക്കെ വെള്ളം ഇറങ്ങുന്നതിൻ്റെ കൂടെ ചിക്കൻ ഒരുപാട് വേവില്ല, ഒരുപാട് വെന്തുപോയ പൊട്ടുക. അതിൻ്റെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പോടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. കറിയൊക്കെ നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയാണ്. വെള്ളമൊക്കെ ഇറങ്ങിയാൽ അടിപൊളിയാണ്. കറിയൊക്കെ നല്ല പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു സാധനം ആഡ് ചെയ്ത് ചിക്കൻ മസാല. അപ്പോഴാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഒരു ചെറിയ പാക്കറ്റ് 10 രൂപയുടെ സാമ്പിൾ അതൊരു പകുതി ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കൊന്ന് ഇളക്കി വെച്ച് നല്ല കൊഴുപ്പാവും. പതുക്കൊന്ന് ഇളക്കി വെച്ചൊന്ന് മൂടി ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ പാകമാണ് ഇതിന്. നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. അടുത്ത പ്രാവശ്യം നമ്മുടെ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പം അതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ ഭാഗം ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില അതിൻ്റെ മുകളിൽ കുരുരാന്ന് അരിഞ്ഞ് വിതറിയിട്ടുണ്ട്. ഈ കറി നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം ഉണ്ടാക്കിയിട്ട്. കൊച്ചിന് കറി ഇട്ട് കൊടുത്ത് നോക്കാണ്. ഉരുളക്കിഴങ്ങും ആ ഗ്രേവിയൊക്കെ ആയിട്ട് കൂട്ടിയൊക്കെ എങ്ങനെയാണ് ഭംഗി. ഗ്രേവി വേണോ? ഇതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റായി നല്ല അടിപൊളിയായിട്ട്. ഞങ്ങളുടെ മെഴുക്കുവരട്ടി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെണ്ടയ്ക്ക ഉലത്തിയത് മെഴുക്കുവരട്ടില്ല വെണ്ടയ്ക്ക ഉലത്തിയത്. കറിയുടെ അഭിപ്രായം പറയട്ടെ ഇമ്മാനും. എരിവ് എങ്ങനെയുണ്ട്? എരിവ് കൂടുതലില്ലോ. താല്പര്യങ്ങളും കൂടി കേട്ടാണ് എരിവ് കൂടുതലുണ്ടാവില്ല. നല്ല ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഓവർ കുക്കിംഗ് ആയി പോകരുത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇത് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.